നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണതടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികത്തെക്കുറിച്ചാണ്. ഒരുപാട് താന്ത്രികങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ പറയുന്നുണ്ട്. പലർക്കും സംശയമുണ്ടാകും. ഓരോ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഏതാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ താന്ത്രികങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകളും അവർക്ക് ഫലം നൽകണമെന്നില്ല. നിങ്ങൾക്ക് ചെയ്ത് നോക്കി ഏതാണോ ഫലം ലഭിച്ചത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് വരുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെയും ഏതും ഫലം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് തരുന്ന താന്ത്രികങ്ങളും അതുപോലെ തന്നെ മെത്തേഡുകളും എല്ലാം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് പണതടസ്സങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വരുമാനമുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം കടമായി വാങ്ങിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകൾ എടുക്കും. അതുമല്ലെങ്കിൽ ഹൗസിംഗ് ലോണോ വെഹിക്കിൾ ലോണോ ഇല്ലാത്ത ആരും തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ സമ്പാദ്യമുള്ള സമയത്ത് എടുത്തിരിക്കുന്ന പല ലോണുകളും അല്ലെങ്കിൽ വാങ്ങിയിരിക്കുന്ന പല കടങ്ങളും പെട്ടെന്ന് ഒരു ദിവസത്തിൽ നമ്മുടെ വരുമാനം കുറയുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. ആ പണങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള വഴിയും മുന്നിൽ കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ ചെയ്തു നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് മുഴുവനായിട്ടും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പുലവാലായ്മയാണ്, പീരിയഡ്സ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെല്ലാം തന്നെ ₹1 പോലും നിങ്ങളെ കൊണ്ട് ചിലവാക്കാതെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോകളിലൂടെ എല്ലാം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വിശ്വാസത്തോടു കൂടിയും ധൈര്യമായിട്ടും ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി ഏതു സമയത്താണ് നമ്മളിത് പരീക്ഷിച്ച് നോക്കേണ്ടത്? നിങ്ങൾ എപ്പോഴാണോ ശാന്തമായും സ്വസ്ഥമായും നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നത്, അത് രാത്രിയിലായിക്കോട്ടെ, രാവിലെ ആയിക്കോട്ടെ, ഉച്ച സമയമായിക്കോട്ടെ, ഏതൊരു സന്ദർഭങ്ങളിൽ വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കാം. ഒറ്റ തവണ മാത്രം ഇത് ചെയ്താൽ മതി, തുടർച്ചയായി ചെയ്യണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിലും ഞാൻ ഇവിടെ പറയുന്ന ഈ കാര്യത്തിലും നിങ്ങൾക്ക് പരിപൂർണമായും വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി വേറെ ഏതെങ്കിലും മെത്തേഡുകൾ ഞാൻ പരീക്ഷിക്കുന്നുണ്ട്, നിതികാ ദേവതയെ പ്രാർത്ഥിക്കുന്നുണ്ട്, വേറെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുന്നുണ്ട്, സ്വിച്ച് വേർഡുകൾ ചൊല്ലുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും, ഏത് വഴിപാടുകൾ ചെയ്യുകയാണ്, ഏത് സ്വിച്ച് വേർഡുകൾ ചെയ്യുകയാണെങ്കിലും ഈ ഒരു മെത്തേഡും കൂടെ പരീക്ഷിക്കാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ബിരിയാണി ഇലയാണ്. ബിരിയാണി ഇല എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, പച്ച മാത്രമേ ഉള്ളൂ, ഉണങ്ങിയ ഇല ഇല്ല എന്നും പറയുന്നുണ്ട്. ചിലർ ഉണങ്ങിയത് മാത്രമേ ഉള്ളൂ, പച്ച ഇല ഇല്ല എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു ബിരിയാണി ഇല മാത്രമാണ് ആവശ്യം. അതിന് പച്ചയാണോ ഉണങ്ങിയതാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വിദേശത്തുള്ളവരാണെങ്കിലും ബേ ലീഫ് എന്ന് പറഞ്ഞാൽ കിട്ടും. ആ ഒരു ഇല അധികം പൊട്ടാത്തത്, അതായത് കുറച്ച് വൃത്തിയായിട്ടുള്ളത് ഒരു ഇല നമുക്ക് ആവശ്യമാണ്. ആ ഒരു ഇല നമുക്ക് തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് എത്ര തുകയാണ് ആവശ്യമെന്നുള്ളത് നമുക്കറിയാം. അതായത് നമുക്കൊരു ₹1,00,000 കിട്ടിയാൽ നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടും എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടാകും. ചിലർക്ക് ₹1,00,00,000 കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെ ഓരോരുത്തർക്കും എന്താണോ ആവശ്യം ആ തുക നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട്, പൂജാമുറിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാം. ഇനി അതല്ല ബെഡ്റൂമുകളിൽ ഇരുന്ന് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ടും ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ്. വീട്ടിൽ ആരെങ്കിലും ഒരാൾ മാത്രം ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതിയാകുന്നതാണ്. ഉദാഹരണത്തിന് ഭാര്യ ചെയ്യണോ ഭർത്താവ് ചെയ്യണോ എന്നെല്ലാം സംശയമുണ്ടാകും. ആരെങ്കിലും ഒരാൾ, പ്രധാനമായും കുടുംബത്തിൽ സമ്പാദ്യം ആരാണോ കൊണ്ടുവരുന്നത് അവർ ചെയ്താലും ഉടൻ തന്നെ ഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഒരു ഇലയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെയുള്ള ഒരു ഇല എടുത്ത് തയ്യാറാക്കി വയ്ക്കുക. ഇനി നമ്മൾ എപ്പോഴും പണത്തിൻ്റെ ആകർഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നിറം എന്ന് പറയുന്നത് പച്ച നിറമാണ്. നിങ്ങളിൽ പലർക്കും അറിയാം, കുബേര ഭഗവാന്റെ ഭാഗ്യനിറം എന്നും അറിയപ്പെടുന്നത് പച്ച നിറം തന്നെയാണ്. അങ്ങനെയുള്ള പച്ച നിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയാണ് നമുക്ക് ആവശ്യം. പേന എടുക്കാം, സ്കെച്ച് എടുക്കാം, ഏത് വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്.
ആ പേന എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വാക്കും ഈ നമ്പറുകളുമാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത്. ഈ വാക്ക് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ശ്രീം എന്നുള്ളതാണ് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം. ഈ ശ്രീം എന്ന് എഴുതി ഇതിന് അടുത്തു തന്നെ ഞാൻ ഈ വീഡിയോയിൽ വരച്ചിരിക്കുന്നത് പോലുള്ള സിമ്പൽ നിങ്ങൾ വരയ്ക്കേണ്ടതാണ്. ഇനി താഴെ 919793 919793 ഞാൻ സ്കെച്ചിൽ എഴുതിയത് കൊണ്ട് അതൊന്ന് പരന്നു കിടക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ശ്രീം എന്ന് എഴുതുക, ഈ സിമ്പൽ വരയ്ക്കുക, താഴെ ഈ നമ്പരും എഴുതേണ്ടതാണ്. ഇലയുടെ ഏത് വശത്ത് വേണമെങ്കിലും നമുക്ക് ഇത് എഴുതാവുന്നതാണ്. ഈ ഭാഗത്ത് വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ മറുവശത്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞതിനു ശേഷം ഈ ഇല നമ്മൾ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. ഇനി അഥവാ തലയണയ്ക്ക് താഴെ വെച്ചുറങ്ങാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഹാൻഡ് ബാഗുകളിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാം, അല്ലെങ്കിൽ അടുക്കളയിൽ കല്ലുപ്പിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ അതിന് താഴെയായിട്ടോ നമുക്ക് ഈ ഇല വെക്കാവുന്നതാണ്. ഇത് എത്ര ദിവസം കഴിഞ്ഞ് മാറ്റണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 3 മാസം വരയ്ക്കും നമുക്കിത് വെക്കാവുന്നതാണ്. അതല്ല നമുക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിലും സാരമില്ല, നമുക്ക് ഇതിങ്ങനെ എഴുതി വെച്ചാൽ മാത്രം മതി. പണം നമ്മളെ തേടി വരും എന്നാണ് പറയുന്നത്. അത്രയും പണത്തെ ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു നമ്പരും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രവും ചേർന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. വീട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് എടുത്തു വെക്കാവുന്നതാണ്. അതിൽ യാതൊരു തടസ്സവുമില്ല. ഇനി നമുക്ക് ഇത് കീറിക്കളയണമെന്നോ അല്ലെങ്കിൽ കത്തിച്ച് കളയണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 3 മാസത്തിനു ശേഷം ഇതിന് നമുക്ക് കത്തിച്ചു കളഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഇലയെടുത്ത് എഴുതി വെക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ പല കഷ്ടങ്ങളെയും മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ഓരോ താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചുമെല്ലാം പറയുന്നത്. അതിൽ പലതും പലർക്കും ഉപകാരപ്പെടുന്നുമുണ്ട്. ചിലരാകട്ടെ എനിക്കൊന്നും കിട്ടുന്നില്ല, ഈ വഴിപാട് ഈ താന്ത്രികങ്ങളും എല്ലാം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് മന്ത്രങ്ങൾ ചൊല്ലുന്നത് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഫലം നമ്മളിലേക്ക് തേടിയെത്തുന്നതായിരിക്കും. എങ്കിലും നമുക്ക് ദൈവിക ശക്തിയോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയും ആവശ്യമാണ്. ഈ പ്രപഞ്ചം പല സന്ദർഭങ്ങളിലും നമ്മൾ അറിയാതെയും അറിഞ്ഞും നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തന്നിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു ചെറിയ ഭക്ഷണമാണ് നമുക്ക് ആവശ്യമെങ്കിലും നമ്മൾ അത് കഴിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കഴിക്കണമെന്നോ കൂടുതലായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ആഗ്രഹം നമുക്ക് നിറവേറി കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് പണമാണ്. ഈ പണത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും പണത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുകയും അത് നമ്മളിലേക്ക് വന്നു ചേരണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. അത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ഏത് കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ദൈവിക ശക്തിയുടെ അനുഗ്രഹത്തോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹവും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ദൈവിക ശക്തിയുടെ അനുഗ്രഹവും, അതായത് ശ്രീം എന്നുള്ളത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു ഇലയായി അത് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നമ്പർ എന്ന് പറയുന്നത് പണത്തെ ആകർഷിച്ച് കൊണ്ടുവരുവാനുള്ള അത്ഭുത നമ്പറാണ്. ആ നമ്പർ നമ്മൾ ഈ ഇലയിൽ എഴുതി വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മളിലേക്ക് പണത്തെ പെട്ടെന്ന് വശ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ എപ്പോഴെങ്കിലും ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാവുന്നതാണ്. വീട്ടിൽ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും വെക്കാം. തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ക്യാഷ് ബോക്സിനടുത്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വാമി പടത്തിൻ്റെ പിറകു വശത്ത് വെക്കാം. ഇങ്ങനെ നമുക്ക് എവിടെ വെക്കുവാൻ തോന്നുന്നുവോ, എവിടെ വെച്ചാൽ കംഫർട്ടബിളായിട്ട് തോന്നുന്നുവോ അവിടെ നമുക്ക് ഈ ഒരു ഇല വെക്കാവുന്നതാണ്. നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.